بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയുള്ള ജീവിതം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായി നമുക്ക് നിശ്ചയിച്ചു തന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി എടുത്തു പറഞ്ഞ വചനമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത്. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ മേൽ. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള മനുഷ്യനായ ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു കൊടുത്തു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വന്ന് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുന്ന് നിർവഹിച്ചിട്ടുള്ള ഉത്തരവാദിത്തം എന്തായിരുന്നു? യത്ലു അലൈഹിം ആയാതിഹി, റബ്ബിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വയുസക്കീഹിം, അവരെ സകല ദുർമാർഗങ്ങളിൽ നിന്നും സംസ്കരിച്ചെടുക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും അതെങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ടോ ആ രൂപത്തിൽ അത് മനസ്സിലാക്കുവാൻ ആവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളും അവിടുന്ന് അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിക്കുവാൻ വന്ന നേതാവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുള്ള ജനതയെയാണ് അവിടുന്ന് സംസ്കരിച്ച് നന്നാക്കിയെടുത്തത്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, ശിർക്കിലും അതുപോലെ തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളിലും അന്ധകാരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി വന്നതോടുകൂടി അവിടെ പ്രഭ പരക്കുകയാണ്, പ്രകാശം പരക്കുകയാണ്. അവിടെ ഏറ്റവും ഉദാത്തവും ഉന്നതവുമായ മൂല്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ട് അവിടെയുള്ള ജനവിഭാഗത്തിന് റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യം അതിലൂടെ ലഭിക്കുകയാണ്. അതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ലോകത്തിന് ലഭിച്ചത്. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെയും അതുപോലെ തന്നെ ആമിനയുടെയും മകനായിക്കൊണ്ട് ജനിച്ചു വളർന്ന മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജനനത്തിൽ അവിടുന്ന് ചെയ്തിട്ടുള്ള ഏക കാര്യം, ഞാൻ ഇന്ന് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചെയ്തിട്ടുള്ള ഏക കാര്യം, എല്ലാ തിങ്കളാഴ്ചയും അവിടുന്ന് വ്രതമനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. ദാക യൗമുൻ വുലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണതെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മാസത്തിലെ റബീഉൽ അവ്വലിലോ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിലോ അല്ല, എല്ലാ തിങ്കളും അവിടുന്ന് നോമ്പെടുത്തുകൊണ്ടുള്ള ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ കാരുണ്യം, അതല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കർമ്മം അവിടുന്ന് നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് സ്വഹാബത്ത് വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങയെപ്പോലെ ഒരു സ്ത്രീ, അങ്ങയെപ്പോലെ ഒരു കുഞ്ഞിനെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. എൻ്റെ കണ്ണുകൾ അങ്ങയെപ്പോലെ ഭംഗിയാർന്ന ഒരാളെയും ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്കാണ് അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് സഹാബിമാർ പ്രശംസിച്ചു പറയാറുണ്ടായിരുന്നു. മാത്രമല്ല, ആ സഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എപ്രകാരം സ്നേഹിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്ന ഉന്നതന്മാരായ നേതാക്കന്മാർ. ആ സഹാബത്തിനോളം സ്നേഹം ലോകത്താർക്കാണ് ഉണ്ടായിട്ടുള്ളത്? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ നിറ കണ്ണുകളോടെ കാണുവാൻ പോലും
പലർക്കും സാധിച്ചിരുന്നില്ല. ബഹുമാനം നിമിത്തം അവിടുത്തെ മുഖത്തേക്ക് നിറകണ്ണുകളോടെ അല്ലെങ്കിൽ പൂർണ്ണമായ നിലയ്ക്ക് കാണുവാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ സഹാബിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് കാണാം നമുക്ക്. മാ കാന അഹദുൻ, ഒരാളും ഉണ്ടായിരുന്നില്ല, അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോളം എനിക്ക് പ്രിയപ്പെട്ട ഒന്നുമുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണിൽ ഏറ്റവും ബഹുമാനം മുത്ത മുസ്തഫയോടായിരുന്നു. എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് അവിടുത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അവിടുത്തെ നിറഞ്ഞ് കണ്ടിട്ട് പോലുമില്ല. അവിടുത്തെ കുറിച്ച് പൂർണ്ണമായി വിവരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കതിന് സാധിക്കില്ല. കാരണം എൻ്റെ 2 കണ്ണുകൊണ്ട് പൂർണ്ണമായി അത്രയും പ്രവാചകനെ എനിക്ക് നോക്കാൻ പോലും ധൈര്യമില്ലായിരുന്നു. ആ വിധത്തിൽ സ്നേഹിച്ചവരായ മഹാന്മാരായ സഹാബാക്കൾ. മാത്രമല്ല മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിനോട് അടുപ്പമുണ്ടായിരുന്ന അലി റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ചോദിക്കപ്പെടുന്നത്, മുത്ത് മുസ്തഫയോട് നിങ്ങൾക്കുള്ള മഹബ്ബത്ത് എപ്രകാരമായിരുന്നു, സ്നേഹം എങ്ങനെയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടോളൂ. കാന വല്ലാഹി അഹബ്ബ ഇലൈനാ, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. മിൻ അംവാലിന, ഞങ്ങളുടെ മുതലുകളേക്കാൾ, വൗലാദിന, ഞങ്ങളുടെ മക്കളേക്കാൾ, വാബായിന, ഞങ്ങളുടെ പിതാക്കളേക്കാൾ, ഉമ്മഹാത്തിന, ഞങ്ങളുടെ മാതാക്കളേക്കാൾ, വമിനൽ മാഇൽ ബാരിദി അലല്ലമഇ, ദാഹാർത്തനായ ഒരു മനുഷ്യൻ ഒരു തണുത്ത ജലം കിട്ടുന്നതിനേക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു മുത്ത് മുസ്തഫയെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ അതൊക്കെ അക്ഷരാർത്ഥത്തിലുള്ള കേവലം ചില വാക്കുകളായിരുന്നില്ല. അവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ആ സ്നേഹം കാണിച്ചത്. ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ അവിടുന്നായിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സമ്പത്ത് ചെലവഴിക്കേണ്ടിടത്ത് അത് ചെലവഴിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒന്നും തടസ്സമായിരുന്നില്ല. മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ആദർശം മാതാപിതാക്കൾക്ക് എതിരാണെങ്കിലും മക്കൾക്ക് എതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും സാമ്പത്തികമായി തനിക്കതുകൊണ്ട് ആ ആദർശം സ്വീകരിച്ചതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം പറ്റുമായിരുന്നാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുത്ത് മുസ്തഫയായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത്, സ്നേഹിച്ചിരുന്നത് എന്നാണ് സഹാബത്ത് പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള ഏക മാർഗം എന്താണ്? മുത്ത് മുസ്തഫയോടുള്ള മഹബ്ബത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഒരാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ വ്യക്തിക്ക് ഒരു ജനതയോടൊപ്പം കർമ്മം കൊണ്ട് അത്ര തന്നെ ഉന്നതിയിലെത്താനൊന്നും സാധിച്ചിട്ടില്ല. എന്തായിരിക്കും ആ വ്യക്തിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സഹാബിയുടെ ചോദ്യം. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെപ്പോലെ ധാരാളക്കണക്കിന് എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വമാകാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയോട് എനിക്ക് സ്നേഹമുണ്ട് എങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് മറുപടി കൊടുത്തു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കും ഒരു മനുഷ്യൻ എന്ന മറുപടി കേട്ടപ്പോൾ വളരെ സംതൃപ്തനാവുകയാണ്. മറ്റൊരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? ലോകാവസാനം എന്നായിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തിന് മറുപടി തിരിച്ചു മറ്റൊരു ചോദ്യം കൊണ്ടാണ് പ്രതികരിച്ചത്. മാദാ അഅദത ലഹ, എന്താ നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അന്ത്യനാൾ എപ്പോഴാണ് ചിന്തിക്കല്ല വേണ്ടത്. ഓരോരുത്തർക്കും ഓരോ അന്ത്യമുണ്ട്, ആ ലോകത്തിന് തന്നെ ഒരു അന്ത്യമുണ്ട്. പക്ഷെ നീ അത് ആ ഒരു ദിവസത്തിന് വേണ്ടി എന്താണ് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ അള്ളാഹിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് നബിതങ്ങളോട് അള്ളാഹിനോടൊക്കെ ഇഷ്ടാണ് എന്ന് നാവുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എന്നാണോ? ഒരിക്കലുമല്ല. കാരണം ആ ഹദീസിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ആ സഹാബി മറുപടി പറയുന്നുണ്ട്, മാ അഅദതു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖത്തിൻ, ധാരാളക്കണക്കിന് ഒരുപാട് നോമ്പോ ഒരുപാട് നിസ്കാരങ്ങളോ ഒരുപാട് സദഖയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അഥവാ മുത്ത് മുസ്തഫയോട് ആ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് അവർ കാണുന്നുണ്ട്, അത്രയൊന്നും
ആവാൻ സാധിച്ചിട്ടില്ലെങ്കിലും നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിലെത്തണമല്ലോ, എന്താണ് അതിനുള്ള മാർഗം എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയാണ്, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഊനി, അള്ളാഹിന്റെ റസൂലിനോട് റബ്ബ് പ്രഖ്യാപിക്കാൻ പറഞ്ഞതാണ്. റസൂലായ എന്നെ നിങ്ങൾ പിൻപറ്റണം, എങ്കിലേ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അതല്ലാതെ അള്ളാഹിനെ ഇഷ്ടാണ്, റസൂലുള്ളാഹിനെ ഇഷ്ടാണ് എന്ന് പറയാ, അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും കൽപ്പനകളെ, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസത്തെ, ആചാരത്തെ, സംസ്കാരത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേവലം നാവുകൊണ്ടുള്ള സ്നേഹപ്രകടനങ്ങൾ അത് കാപട്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപ്രകാരം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹമുണ്ടല്ലേ എങ്കിൽ അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ. കണ്ടോ, സഹാബിക്ക് ആശ്വാസമായി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുത്തു മുസ്തഫായോടുള്ള സ്നേഹപ്രകടനം സഹാബത്ത് അപ്രകാരമാണ് മനസ്സിലാക്കിയത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ എന്ന് പറഞ്ഞ വാചകം കേട്ട അത്ര സന്തോഷിച്ച വേറൊരു ദിവസമുണ്ടായിട്ടില്ല എന്ന് മഹാനായ സഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ ലോകത്ത് പരത്തിയ പ്രകാശമുണ്ട്, ആ പ്രഭയുണ്ട്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കാതെയുള്ള ഒരു സ്നേഹപ്രകടനം കൊണ്ടും റബ്ബിന്റെ അടുക്കൽ വിജയിക്കുവാനാവില്ല. അതുകൊണ്ട് മുത്ത് മുസ്തഫായെ ആദിമുതലമുറയായ ഉത്തമരായ സഹാബാക്കളും താബിഴുകളുമൊക്കെ സ്നേഹിച്ച വിധത്തിൽ തന്നെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും സദാസമയവും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തെ അർത്ഥവത്താക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കുക. തെറ്റുകുറ്റങ്ങളും അപാകതകളും റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി ജീവിച്ച ഉന്നതരായ തലമുറ സഹാബാ കിറാം, ആ സഹാബാ കിറാം നമുക്ക് പകർന്നു തന്ന അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മഹബ്ബത്താണത്. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും ഞാനൊരാൾക്ക് ഇഷ്ടപ്പെടുന്നവനായിരിക്കെ അങ്ങനെ തന്നെ ആവാതെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. സ്വദേഹത്തെക്കാൾ മുത്തു മുസ്തഫയെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളെക്കാൾ, തൻ്റെതായ എല്ലാവരെക്കാളും എന്തിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആ നിലക്ക് അതിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പേരുകൾ കേൾക്കുമ്പോൾ പോലും അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് സലാമുകളെ ചോദിച്ചുകൊണ്ട് അവിടുന്ന് കാണിച്ചു തന്ന പാതയെ പിൻപറ്റുവാനാണ് അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നബിയെ, അങ്ങയെ നാം ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ. അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ വന്നുകൊണ്ട് നിർവഹിച്ച ദൗത്യമാണ് ആ പറയുന്നത്. അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന സുവിശേഷകനായിരുന്നു, മുന്നറിയിപ്പുകാരനായിരുന്നു, റബ്ബിന്റെ മാർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ ദാഴിയായിരുന്നു, ലോകത്തിന് പ്രകാശത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിച്ച പ്രകാശിക്കുന്ന പ്രകാശമായിരുന്നു. അതേപോലെ തന്നെ വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാത പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയ വിശ്വാസികളോട് സന്തോഷ വാർത്തയും അറിയിക്കാൻ പറഞ്ഞു. വബശ്ശിരിൽ മുഅ്മിനീന, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ,
ഏറ്റവും ഉന്നതമായ ഫളല് റഹ്മാനായ റബ്ബ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. മുത്ത മുസ്തഫായുടെ ജീവിതം മുഴുവനും ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്നു. അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അവിടുന്ന് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു? മഹദി തിരിച്ചു ചോദിച്ചത്, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? അതേ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ ആ ഖുർആനിൽ കാണുന്ന എല്ലാ സൽസ്വഭാവങ്ങളും മുത്തുനബിയിൽ സമ്പൂർണമായ അർത്ഥത്തിൽ സമ്മേളിച്ചിരുന്നു. ഏത് നന്മകളും അവിടുന്ന് ജീവിതത്തിൽ പകർത്തിയിരുന്നു. ഏത് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാറുണ്ടായിരുന്നു. എല്ലാം സമ്പൂർണമായ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഖുർആനായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശേഷിപ്പിച്ചത്. മുത്തു മുസ്തഫ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സർവ്വ സൽ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരുണ്യത്തിന്റെ വിഷയമെടുത്താൽ സർവരോടും ഏറെ കാരുണ്യവാനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിത മേഖല എടുത്തു നോക്കിയാലോ, തൻ്റെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ ഭാര്യയോട്, കുടുംബത്തോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ കുറിച്ച് അവിടുന്ന് തന്നെ വിശേഷിപ്പിച്ചു, വഅന ഖൈറുക്കും ലിഅഹ്ലി, എൻ്റെ സ്വന്തം കുടുംബത്തോട് നിങ്ങളെക്കാളെല്ലാം ഏറ്റവും സ്വന്തം കുടുംബത്തോട് ഖൈറായി വർത്തിക്കുന്നവനാകുന്നു ഞാനെന്ന്. 10 വർഷം സ്വന്തം വീട്ടിൽ ഒരു ഭൃത്യനെ പോലെ സന്തത സഹചാരിയായി ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോളം കുടുംബാംഗങ്ങളോട് ഇത്രയേറെ കാരുണ്യം കാണിച്ച ഒരു വ്യക്തിത്വത്തെ എനിക്ക് കാണാനേ സാധിച്ചിട്ടില്ല എന്ന്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന മേഖല നോക്കിയാൽ അജ്വദുന്നാസായിരുന്നു അവിടുന്ന്. ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അവിടുത്തെ കുറിച്ച് സഹാബത്ത് വർണ്ണിക്കുന്നത്, ദാരിദ്ര്യം ഭയപ്പെടാത്ത വിധത്തിൽ വാരിക്കോരി ചെലവഴിക്കുമായിരുന്നു ഉള്ളത് എന്നാണ്. ചോദിച്ചു വരുന്നവരോട് ഒരിക്കലും ജീവിതത്തിൽ നോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിൻ്റെ കൃത്യമായ ജ്വലിച്ചു നിൽക്കുന്ന ഏടുകളാണ്. അതൊക്കെയാണ് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുസ്തഫായോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ ആ അർത്ഥത്തിൽ സ്നേഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റുവാൻ സാധിക്കണം. അങ്ങനെ സ്വർഗലോകത്ത് മുസ്തഫായുടെ കൂടെ കഴിയുവാൻ, അതുപോലെ തന്നെ അംബിയാഇന്റെ, ശുഹദാഇന്റെ, സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ കൂടെ കഴിയുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.